കൈക്ക് സുഖമില്ലാത്തതുകൊണ്ട് രാവിലെ തന്നെ ഒരു തട്ടിക്കൂട്ടൽ പരിപാടിയാകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ കുറച്ച് പച്ചക്കറി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തതാണിത്. അങ്ങനെ ഇതാ ഒരു കുക്കറിലേക്ക് കുറച്ച് ചെറുപയർ പരിപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാമ്പാറിന് എനിക്ക് ചെറുപയർ പരിപ്പാണ് ഇഷ്ടം. ഇനി കട്ട് ചെയ്ത് വെച്ച പച്ചക്കറികളൊക്കെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് പുളിക്ക് വേണ്ടതാ ഇതുപോലെ പുളി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതാ കുക്കർ അടച്ച് ഒരു 2 വിസിലാകുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്ക് നമ്മുടെ പച്ചക്കറിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ടാവും. അങ്ങനെ ഇതിപ്പോൾ ഞാൻ സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായി കുറച്ച് മല്ലിയും അതുപോലെ സാമ്പാർ പരിപ്പും കുറച്ച് ഉലുവയും ചെറിയ ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 4 വറ്റൽമുളകും അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. ഇത്രയും മതി. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അതും ഒന്ന് നല്ലോണം റോസ്റ്റാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് അല്പം കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അരച്ചെടുത്ത മിക്സ് വേവിച്ചെടുത്ത പച്ചക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം അല്പം മല്ലിയിലയും ചേർത്ത് ഒരു ഭംഗിക്ക് വേണമെങ്കിൽ കടുക് പൊട്ടിച്ച് താളിച്ചൊഴിക്കാം. അങ്ങനെ സാമ്പാർ റെഡിയായി. തട്ടിക്കൂട്ടലാണെങ്കിലും ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ല. ദോശയോടൊപ്പം കഴിക്കാം.